ഇനി നമ്മൾ പാലക്കാടേക്കാണ് പോകുന്നത്. പാലക്കാട് നിന്ന് പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത് കോങ്ങാട്. പ്രജിത്തെ, ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് വിഷുവിന് കൈനീട്ടൊക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു. കണിയൊക്കെ കണ്ട് ഉണർന്നായിരിക്കുമല്ലോ. അപ്പോൾ രാവിലെ എന്താണ് പാലക്കാട് നിന്നുള്ള കാഴ്ചകൾ പ്രജിത്ത്? പാലക്കാട് അമ്പലങ്ങൾക്ക് ക്ഷേത്രങ്ങളെല്ലാം വൻ ഭക്തജന തിരക്ക് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോങ്ങാട് തിരുകുന്നപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. അവിടെ വൻ ഭക്തജന തിരക്ക് തന്നെയാണ്. അവിടുത്തെ ഭാരവാഹികൾ നമ്മളോടൊപ്പം കൂടുന്നുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ വിഷുവിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി നടത്തി വരുന്ന വിഷു എല്ലാ വർഷവും രാവിലെ തന്നെ പൂജകളോടുകൂടി വളരെ ഗംഭീരമായി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 18 ദേശത്തിലെ ജനങ്ങളും ഈ വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട്. 2000-3000 ആളുകൾക്കോളം കൈനീട്ടം രാവിലെ 7 മണിക്ക് തുടങ്ങിയ കൈനീട്ടം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിങ്ങനെ ഇന്ന് മുഴുവനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂജകളും മറ്റും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും ഒരു പിന്നെ വിഷുക്കഞ്ഞി വിതരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെല്ലാം ഉപരി എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഈ തട്ടകത്തിൽ 10-60 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു കൊടിമരം ഇപ്പോൾ പുനഃപ്രതിഷ്ഠയും അതുപോലെ തന്നെ നവീകരണ കലശമാണ്. ഒരു 11 ദിവസത്തെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ജൂൺ 17 തീയതി മുതൽ 27 തീയതി വരെയാണ് നമ്മളുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അതിന് ഈ തട്ടകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തമുണ്ട്. അതുപോലെ കൊടിമരം പുനഃപ്രതിഷ്ഠ, അതുപോലെ നവീകരണ കലശം എന്നിവയാണ് അതിലത്തെ പ്രധാന ഘടകം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വേല കമ്മിറ്റിക്ക് എല്ലിപ്പാടം വേല കമ്മിറ്റി, അങ്ങനെ നമുക്ക് 100ഓളം വേല കമ്മിറ്റി ഉണ്ട്. അതിലത്തെ ഒരു വേല കമ്മിറ്റി ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംഭാവന നൽകുകയാണ്. അതാണ് ഇന്നത്തെ ചടങ്ങ് നമ്മളുടെ. അത് എൽദോ ഇവിടെ വൻ ഭക്തജനത്തിരക്ക് തന്നെയാണ്. രാവിലെ എണിച്ചു എല്ലാവരും കുളിച്ച് രാവിലെ കണിയും കണ്ട് അതിനുശേഷം നമ്മൾ ഇവിടെ അമ്പലങ്ങളിൽ തൊഴുത് വരുന്നത് ഇവിടെ ഒരു ചടങ്ങ് തന്നെയാണ്. അത് കുട്ടികളും വലിയ കുട്ടികളും മുതിർന്നവരും എല്ലാവരും വന്ന് ഇവിടെ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് ഇവിടെ ക്ഷേത്രത്തിൽ നിന്നുള്ള കൈനീട്ടം വാങ്ങിച്ചതാണ് ഇവിടെ മടക്കം. അത് മാത്രമല്ല, ഈ ക്ഷേത്രങ്ങളിലെല്ലാം രാവിലെ വിഷുക്കഞ്ഞി പ്രസാദ ഊട്ടുന്നുണ്ട്. ആ പ്രസാദ ഊട്ടും കഴിഞ്ഞിട്ടാണ് ഇവരെല്ലാം വീട്ടിലേക്ക് മടങ്ങുന്നത്. എൽദോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോങ്ങാട് തിരുകുന്നപ്പള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ്. ഇവിടെയാണ് വിഷുവിന് നല്ല തിരക്കുള്ള ദിവസമാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രജിത്ത് കോങ്ങാടാണ്. പ്രജിത്ത് ചേരുന്നത് കോങ്ങാട് ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ വിഷുവിൻ്റെ കാഴ്ചകളാണ് പ്രജിത്ത് നൽകിയത്. എന്താണെങ്കിലും സംസ്ഥാനത്ത് എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും കൃഷ്ണക്ഷേത്രങ്ങളിലും ഒക്കെ അവിടെ തിരക്കാണ്. വലിയ തോതിൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ ഭക്തരുടെ ഒഴുക്ക് തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു പ്രജിത്തിൻ്റെ ഫാമിലിക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.